ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാന്റെ എണ്ണയ്ക്ക് മേൽ US ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധവും നിശ്ചിത കാലത്തേക്ക് US പിൻവലിക്കും. ഇറാന് എണ്ണ കയറ്റുമതി തുടരാനും വരുമാനമുണ്ടാക്കാനും സാധിക്കും. വിദേശത്ത് മരവിപ്പിച്ച ഇറാന്റെ ആസ്തികൾ US വിട്ടുനൽകും. ഏകദേശം $25 ബില്യൺ ഫണ്ട് ഇത്തരത്തിൽ ഇറാന് ലഭിക്കും എന്നൊക്കെയാണ് ഈ കരാറിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരിക്കും യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഇറാന് ഇത് ലോട്ടറിയാണോ? ഇറാന് ഇത് ലോട്ടറിയാണോ എന്നാണ് ചോദ്യമെങ്കിൽ, ലോട്ടറി എന്നതൊരു സാങ്കേതിക ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തങ്ങളുടെ പണം തങ്ങൾക്ക് തന്നെ ലഭിക്കുന്നത് ഒരു ലോട്ടറി ആണോ എന്ന് ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയുക? ഇറാന് സ്വതന്ത്രമായി തങ്ങളുടെ വിഭവങ്ങൾ വിനിമയം ചെയ്യാൻ, വിപണനം ചെയ്യാൻ, വിൽക്കാൻ സാധിക്കുന്നു. അത് ഇതുവരെ അതിനുള്ള അന്തരീക്ഷമില്ലായിരുന്നു, അത് സാധിക്കുന്നു എന്നതാണ് ഒരു പ്രധാന കാര്യം. അത് മാത്രമല്ല, ഈ യുദ്ധമൊക്കെ ഉണ്ടാകുന്നതിന് വളരെ മുൻപ് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സാങ്ഷൻസ് അതായിരുന്നു ഇറാന് നേരെ വിവിധ രാജ്യങ്ങൾ, അമേരിക്കയുടെ പ്രേരണയാൽ വിവിധ രാജ്യങ്ങൾ, സുഗമമായ എണ്ണ നീക്കം നടക്കുന്നില്ലായിരുന്നു കുറേ വർഷങ്ങളായി. അപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. സുഗമമായ എണ്ണ നീക്കം, ഇറാൻ്റെ എണ്ണ അന്താരാഷ്ട്ര വിപണികളിൽ എത്തുന്നു എങ്കിൽ അതിനർത്ഥം ഇറാന് വൻ കുതിച്ചുചാട്ടം നടത്താൻ കഴിയും. മൂന്നാമത്തെ വലിയ എണ്ണ സമ്പന്ന രാജ്യമാണ് ഇറാൻ എന്നോർക്കണം. ഏറ്റവും അധികമുള്ളത് സൗദി അറേബ്യക്ക്, ഏറ്റവും അധികമുള്ളത് വെനിസ്വലയ്ക്കാണ്. സൗദിക്ക് കാര്യമായ എണ്ണ നിക്ഷേപമുണ്ട്, ഇറാന് എണ്ണ നിക്ഷേപമുണ്ട്. ഇപ്പോൾ ഇറാനെയും സൗദിയെയും എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന ലോകരാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ആ സാഹചര്യത്തിൽ നിർത്തിച്ചതിൻ്റെ പിന്നിൽ ഗൾഫിൽ ഉരുണ്ടുകൂടിയ സംഘർഷമാണ്. അത് അമേരിക്ക കൂടി ഉണ്ടാക്കിയെടുത്ത സംഘർഷമാണ്. ആ തരത്തിൽ നോക്കിയാൽ എണ്ണയുടെ ലോക തലസ്ഥാനം മധ്യ പൗരസ്ത്യ പ്രദേശത്ത് നിന്ന്, പേർഷ്യൻ ഗൾഫിൽ നിന്നും അങ്ങകലെ അമേരിക്കയിലേക്ക് തൽക്കാലത്തേക്കെങ്കിലും മാറി അത് തിരിച്ച് പേർഷ്യൻ ഗൾഫിലേക്ക് വരണം. അങ്ങനെ വന്നാൽ ഇറാനും സൗദിയും നന്നായി സഹകരിക്കേണ്ടി വരും. ഒപെക് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, 1-2 വീഡിയോകളിൽ പറഞ്ഞതുമാണ്. UAE ഒപ്പെക്കിൽ നിന്ന് പിന്മാറി. അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഒപ്പെക് ഒരു വലിയ വയബിൾ ഓയിൽ കാർട്ടലായി പ്രവർത്തിച്ചാൽ അമേരിക്കയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവും. അതുകൊണ്ട് ഒപ്പെക്കിൻ്റെ മരണമണിയാവും അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ ഒന്ന് ശ്രമിച്ചാൽ ഗൾഫ് മേഖലയെ, GCC മേഖലയെ ഒപ്പെക്കിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഏറ്റവും വലിയ ഒരു കളക്റ്റീവ്ലി ടേക്കൺ, ഇപ്പോൾ ഇറാൻ്റെ എണ്ണയും സൗദിയുടെ എണ്ണയും അതുപോലെ ഖത്തറിൻ്റെയും ഒമാൻ്റെയും മറ്റ് രാജ്യങ്ങളുടെ എല്ലാം പൂളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇൻഡിവിജ്വൽ രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ് റഷ്യയും അമേരിക്കയും വെനിസ്വലയും ഒക്കെ രംഗത്ത് വരുന്നത്. അല്ല എങ്കിൽ കളക്റ്റീവ്ലി ടേക്കൺ ആസ് എ റീജിയൻ, പേർഷ്യൻ ഗൾഫ് റീജിയൻ സ്റ്റിൽ ഹോൾഡ്സ് ലാർജസ്റ്റ് ചങ്ക് ഓഫ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇപ്പോൾ സെൻട്രൽ ഏഷ്യൻ റീജിയനിലെ നാച്ചുറൽ ഗ്യാസ് ഉൾപ്പെടെ കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ എനർജി തലസ്ഥാനമായി ആ ഭാഗം വരും. അപ്പോൾ അതിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ബുദ്ധിപൂർവമായ, വിവേകപൂർവമായ നിലപാടുകൾ, അത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സമീപനം, ഇതെല്ലാം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ കേവലം $25 ബില്യൺ മാത്രമാണ്. അത് വലിയ തുകയൊന്നുമല്ലല്ലോ. അവിടെ അത് ഞാൻ പല ആവർത്തി സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ നമുക്ക് $25 ബില്യൺ എന്ന് പറയുമ്പോൾ വൻ തുകയാണെന്ന് തോന്നാം. പക്ഷേ ആകമാനം ഇറാൻ്റെ ആസ്തി ഏതാനും 1-2 ആഴ്ചകൾ കൊണ്ട് അത്രയും തുകയ്ക്കുള്ള എണ്ണ വിപണനം ചെയ്യാൻ ഇറാന് കഴിയും. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല. കെട്ടിക്കിടക്കുന്ന എണ്ണ മുഴുവൻ വിറ്റ് തീർത്താൽ തന്നെ അതിനേക്കാൾ വലിയ തുക ലഭിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായി ഇറാൻ കണക്കാക്കില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇങ്ങനൊരു യുദ്ധം ഉണ്ടായില്ലായിരുന്നു എന്ന് കരുതുക. ഫെബ്രുവരി മാസം 28-ാം തീയതി അമേരിക്കയ്ക്ക് ഒരു ദുർബുദ്ധി തോന്നിയില്ല എന്ന് കരുതുക. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നില്ലായിരുന്നു. ഈ സംഘർഷം തുടരുന്നു. കഴിഞ്ഞ വർഷത്തേതുപോലെ ഇങ്ങനെ തുടരുന്നു. 2025 ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായല്ലോ. ആ ഒരു സ്റ്റെയിൽമേറ്റ് പ്രതിസന്ധി തുടർന്നിരുന്നു എങ്കിൽ ഇറാൻ സുഗമമായി എണ്ണ വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് അടിച്ചേ തീരൂ എന്ന് പറയുന്നത് പോലെ ഇത് അടിച്ചു, കരാറിലൂടെ ഇത് തീരുന്നു. അപ്പോൾ പിന്നെ സുഗമമായി കുറേ വർഷത്തേക്ക് മറ്റ് സംഘർഷമൊന്നും ഉണ്ടായില്ല എങ്കിൽ ഇറാൻ്റെ എണ്ണ വിൽക്കാൻ കഴിയും.
ആസ്തികൾ മരവിപ്പിക്കപ്പെട്ടത് ലഭിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അത് ഒരുപക്ഷെ റീബിൽഡിംഗ് ഇറാൻ ഇമ്മീഡിയറ്റ്ലി നീഡ്സ് മണി. അപ്പം അത് ക്യാഷായിട്ട് തന്നെ ഇത് ആവശ്യമുള്ളത് കൊണ്ട് റീബിൽഡിംഗ് എഫേർട്ടിൽ ഒരു അന്താരാഷ്ട്ര സഹകരണം ആവശ്യമായി വന്നേക്കാം. ഒരുപാട് പാലങ്ങൾ തകർന്നിട്ടുണ്ട്, എണ്ണ ഇൻസ്റ്റലേഷൻസ് തകർന്നിട്ടുണ്ട്, റിഫൈനറികൾക്ക് ഭാഗികമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാർഗ് ഐലൻഡിൽ അത് പൂർവ്വസ്ഥിതിയിൽ ആക്കിയെടുക്കണമെങ്കിൽ അത് ഏറെ പ്രയത്നം വേണ്ടി വന്നേക്കാം. കാർഗ് ഐലൻഡിൽ 2 ആവർത്തി കാര്യമായ ആക്രമണം ഉണ്ടായി. കാരണം ഇറാൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ സംഭരിച്ച് ശേഖരിച്ച് അത് വിപണനം ചെയ്യുന്ന ട്രാൻസിറ്റ് പോയിൻ്റാണ് കാർഗ് ഐലൻഡ്. അത് പേർഷ്യൻ ഗൾഫിൽ ഏറെ ഉള്ളിൽ കിടക്കുന്ന ഇറാൻ ടെറിട്ടറിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ്. അപ്പോൾ അത് കരയിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഒരു ദ്വീപാണ്. അപ്പോൾ ആ ദ്വീപ് പൂർണ്ണമായി റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഒരു ബുദ്ധിപൂർവമായ ഒരു നിലപാടെന്ന നിലയിൽ ഒരു പക്ഷേ ഇറാൻ ചെയ്യാൻ സാധ്യതയുള്ളത് കാർഗ് ഐലൻഡ്, ഡോണ്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് കോൾഡ് കാർഗ് ഐലൻഡ് എന്ന ഒരു പാഠവും ഇറാൻ പഠിച്ചിട്ടുണ്ടാകും. കാരണം അമേരിക്കയുടെ പദ്ധതിയിൽ കാർഗ് ഐലൻഡ് ഇതാ തങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഒറ്റയടിക്ക് ഒരു കേന്ദ്രത്തിൽ മാത്രം വന്ന് കേന്ദ്രീകരിച്ച് അവിടുന്ന് എണ്ണ വിപണനം ചെയ്യുക എന്നത് സാഹസമാവും. അതുകൊണ്ട് മറ്റ് കേന്ദ്രങ്ങൾ സാവകാശം ഡെവലപ്പ് ചെയ്യാൻ എണ്ണ വിപണനത്തിന് മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ്, അതായത് ഔട്ട്ലെറ്റ് പല കേന്ദ്രങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുപക്ഷെ ഒരുക്കിയേക്കാം. അതൊക്കെ തന്ത്രപരമായി ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതേക്കുറിച്ചുള്ള ആദ്യ സൂചന നൽകിയെന്ന് മാത്രം. അപ്പോൾ ആ രീതിയിലുള്ള ബിൽഡപ്പുകളാണ് ഇറാൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു ശാന്തത അല്ലെങ്കിൽ കരാറിലൂടെ, താൽക്കാലിക കരാറിലൂടെ 60 ദിവസത്തേക്ക് നീട്ടിയെടുത്ത ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ എണ്ണ വിൽക്കാനുള്ള അനുമതി, സുഗമമായ സഞ്ചാരത്തിനുള്ള ഒരു അംഗീകാരം, അനുമതി, അതെത്രത്തോളം റെസ്പോൺസിബിളായി തൽപര കക്ഷികൾ ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഉപയോഗിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ആത്യന്തികമായി ഇറാൻ്റെ നേട്ടങ്ങളെ നമ്മൾ വിശകലനം ചെയ്യാൻ. ഇപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ ശാന്തമായി തന്നെയാണ് ഇറാൻ അതിനെ നേരിട്ടത് എന്ന് കാണാം. ഒരു വലിയ അമിത പ്രസ്താവനകളോ വലിയ ഗ്വാഗ്വാ വിളികളോ ഒന്നുമില്ലാതെ തന്നെ വളരെ ശാന്തമായി അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു തിടുക്കം അതൊന്നും തന്നെ ഇറാൻ കാട്ടിയില്ല എന്ന് ഓർക്കണം. വളരെ ശാന്തമായി വളരെ പ്രൊഫഷണലായി തന്നെ ഈ ഔപചാരികമായ നയതന്ത്രത്തിൻ്റെ ഒരു സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിച്ച് ഇറാൻ്റെ കോർ കോമ്പറ്റൻസി എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ഇറാൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവസാന നിമിഷവും കണ്ണിമ വിട്ടാതെ നെഗോഷിയേറ്റ് ചെയ്തു. അതിൽ ഒരു പക്ഷേ വിജയം ക്ലെയിം ചെയ്യാനാവുന്നത് ഇറാനാണ് എണ്ണയുടെ കാര്യത്തിലെങ്കിലും. കാരണം എണ്ണ റിലീസ് ചെയ്യപ്പെടുകയാണ്, എണ്ണ വിപണനത്തിലേക്ക് എത്തുകയാണ്. അല്ലായെങ്കിലോ, യുദ്ധമുണ്ടായില്ലായിരുന്നെങ്കിലോ, സംഘർഷം തുടർന്നിരുന്നോ എങ്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ യുദ്ധമൊന്നുമില്ല, പക്ഷേ ഉപരോധം തുടരുന്ന ഒരു അന്തരീക്ഷം, അതിൽ നിന്നും ഇറാൻ മോചനം പ്രാപിക്കുന്നു എന്ന് വന്നാൽ ആഭ്യന്തരമായ ഒരു പുതുക്കലിന് കൂടി ഇറാൻ വിധേയമായി കഴിഞ്ഞാൽ പബ്ലിക് വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ അവരുടെ പൗരാവകാശങ്ങൾ കൂടുതൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു, കൂടുതൽ പരിഷ്കൃതമായ രാജ്യമായി ഇറാൻ വരും. ഒരു കാലത്ത് ഷായുടെ കാലത്തൊക്കെ എത്രയോ പരിഷ്കൃതമായ ആധുനികമായ രാജ്യമാണ്, ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ആധുനികമായ രാജ്യമായിരുന്നു ഇറാൻ എന്ന് ഓർക്കണം. അവിടെ ഒരു സ്റ്റൈൽ ക്യാപിറ്റലാണ്. പാരീസ് നഗരങ്ങളിലെ തെരുവുകൾ പോലെ ഫാഷൻ കേന്ദ്രം കൂടിയായിരുന്നു ടെഹ്റാൻ. ആ രീതിയിലൊന്നും തിരിച്ചു വരില്ലായിരിക്കാം. കാരണം ഇസ്ലാമിക ക്ലറിക്സിൻ്റെ ഒരു മേൽനോട്ടം ആ ഒരു വ്യവസ്ഥയ്ക്ക് മേലുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എങ്കിലും പൗരാവകാശത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മാറ്റമുണ്ടാകുമ്പോൾ എണ്ണ സമ്പത്ത് ഫലപ്രദമായി എണ്ണ വിറ്റ് കിട്ടുന്ന തുക ദേശനിർമ്മാണത്തിന്, ഇപ്പം ആദ്യം ഈ ഇൻഫ്രാസ്ട്രക്ചറിന് പുനർനിർമ്മാണത്തിന്, പിന്നീട് കൂടുതൽ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ, സിവിക് അമ്യൂണിറ്റീസ് വികസിപ്പിക്കാൻ ഒക്കെയുള്ള ശ്രമം നടത്തിയാൽ ഇറാന് നല്ലത്, ലോകത്തിന് നല്ലത്, മധ്യപൗരസ്ത്യ പ്രദേശത്തിന് ആകമാനമായ നല്ലത്. ഇനിയും വേണ്ടി വന്നാൽ ഇറാൻ മാൻ പവർ ആവശ്യത്തിനുണ്ട് ഇറാന്. പക്ഷേ ഇറാനിൽ വൻതോതിലുള്ള വികസനങ്ങൾ നടന്നാൽ, പണ്ട് ആളുകൾ ഇറാനിൽ ആയിരുന്നു പോയിരുന്നത്, പേർഷ്യ ഇല്ല ഇറാനിൽ കൂടി പോയിരുന്നു. ഇറാനിൽ മാത്രമല്ല, ആ പ്രദേശത്താകെ പോയിരുന്നു. നമ്മൾ പറഞ്ഞത് പേർഷ്യയിൽ പോകുന്നു എന്നല്ലേ, നമ്മുടെ രാജ്യത്തു നിന്ന് പോലും ഇപ്പോൾ ആരും പോകുന്നില്ല. ഏതെങ്കിലും ചില ടെക്നീഷ്യൻസും ഒക്കെ പല കമ്പനികളുടെ പ്രതിനിധികളായി പോയിരുന്നതല്ലാതെ വൻതോതിൽ ഇറാനിലേക്ക് കൂടി നമ്മുടെ തൊഴിൽ മേഖല, തൊഴിൽ അന്വേഷകർ എത്തിപ്പെടുന്ന ഒരു കാലം കൂടി നമുക്ക് ഭാവനയിൽ കാണാൻ സാധിക്കും. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. കരാർ യാഥാർത്ഥ്യമാകാൻ, അതായത് അന്തിമ കരാറിന് ഇനിയും 60 ദിവസത്തെ കാലാവധിയുണ്ട്. ആ 60 ദിവസത്തിനുള്ളിൽ എന്തും വേണമെങ്കിൽ സംഭവിക്കാം. ഇസ്രയേൽ ഇനി എന്ത് ചെയ്യും? 18 അടവും പയറ്റിയതാണ് ഈ കരാർ യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി അവർ.
അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.